വയനാട്ടിലെ കുറുക്കൻമൂലയിലും കണ്ണൂരിലെ ചതിരൂരിലും വളർത്തുനായ്ക്കൾക്ക് നേരെ വന്യജീവി ആക്രമണം. കുറുക്കൻമൂലയിൽ വളർത്തുനായയെ കൊന്നത് പുള്ളിപ്പുലിയെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. ചതിരൂരിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. പയ്യമ്പള്ളി കാവേരിപ്പൊയിൽ കുറിച്യ ഉന്നതി കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ്. ഇവിടെ താമസിക്കുന്ന രാജു ലക്ഷ്മി ദമ്പതികളുടെ വീടിനടുത്താണ് വന്യജീവി എത്തിയത്. വളർത്തുനായയെ പിടികൂടി കൊന്നു. കടുവയെന്നാണ് ഇരുവരും പറയുന്നത്. ഞങ്ങൾ രാത്രി അവിടെ തീയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് കുട്ടി കരയുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് വന്നത്. അപ്പൊ ചേട്ടൻ മുന്നിലോട്ടൊക്കെയാണ് പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു ടോർച്ച് എടുക്കാതെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ടോർച്ച് എടുത്തിട്ട് ബേക്കിലോട്ട് വന്നപ്പോൾ ഈ വഴിക്ക് വെച്ചിട്ടാണ് പിന്നെ ശരിക്കും അടിച്ചപ്പോൾ ടോർച്ച് വെട്ടത്തിലാണ് ഈ ശരിക്കും ഈ കടുവേനെ കാണുന്നത്. അപ്പൊ പട്ടിക്കുഞ്ഞ് ഒരെണ്ണം എന്റെ അടുത്തേക്ക് വന്ന് ഒരെണ്ണം തിരിച്ച് ഇപ്പുറത്തെ കൂടെ കയറിയപ്പോ ആ ഇല്ലിന്റെ മറവായതുകൊണ്ട് ശരിക്കും കണ്ടില്ല. അവിടെ അങ്ങോട്ട് പോയപ്പോഴാണ് പട്ടിക്കുട്ടീനെ പിടിച്ചിട്ട് പോയത്. കടുവയാണ്. ഞാൻ ശരിക്കും കണ്ടതാ. ടോർച്ച് വെട്ടമുണ്ടല്ലോ, അതിലാണ് ശരിക്കും കണ്ടതായിരുന്നു. പെണ്ണുങ്ങൾ ടോർച്ച് എടുത്തിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോ കടുവ ഇതാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഇതാ ഓടി ഇവിടെ കടുവ നിൽക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എവിടെ എന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോ സംഭവം അങ്ങോട്ട് വലിഞ്ഞു ഇല്ലിന്റെ ഉള്ളിലേക്ക് സൈഡിലേക്ക് നീങ്ങിപ്പോയി. എന്നാൽ വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ പുള്ളിപ്പുലിയാണ് ആക്രമിച്ചതെന്ന് വ്യക്തമായി. ബേഗൂർ റേഞ്ചിന് കീഴിലാണ് ഈ പ്രദേശം. കണ്ണൂർ കീഴ്പള്ളി ചതിരൂരിലും വളർത്തുനായയെ വന്യജീവി പിടികൂടി. ചുണ്ടൻ തടത്തിൽ ബിനോയിയുടെ നായയാണ് പിടികൂടിയത്. പ്രദേശത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയതായി നാട്ടുകാർ പറയുന്നു. കുറെ ദിവസങ്ങളായി കടുവയുടെ ശബ്ദം കേട്ടിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. 24 വയനാട്, കണ്ണൂർ.